ഇത് പുഴയാണ്, ഇത് കടലാണ്. പുഴയല്ല കടലുമല്ല, ഇത് റോഡാണ് എന്നുള്ള അവസ്ഥ. നാട്ടിൽ പിടുത്തം വിട്ട മഴ അല്ലേ? റോഡുകൾ പണിയെടുക്കുന്നു. നാഷണൽ ഹൈവേ പ്രോജക്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വെള്ളം കെട്ടിക്കുക. ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറേ അവരെ കുറ്റം പറയും, ഇവരെ കുറ്റം പറയും. നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. എല്ലാം ശരിയായി കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും. എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളാണ്. തലശ്ശേരി ടൗണിൽ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. ആ ബ്രദേഴ്സ് ലൈനൊക്കെ എപ്പോഴും പ്രശ്നങ്ങളാണ്. എല്ലാ കൊല്ലവും നിവേദനം കൊടുക്കും. ആർക്ക്? ആ സമയത്തുള്ള MP-മാർക്കും MLA-മാർക്കും മന്ത്രിമാർക്കും. പക്ഷെ എന്താവും? പിറ്റേത്തെ കൊല്ലം ആ നിവേദനം കൊടുത്ത മന്ത്രിമാരെ തെറി പറയും, MLA-മാരെ തെറി പറയും, ഇപ്പോൾ ഉള്ള ആൾക്കാരെ തെറി പറയും. വേറൊന്നും നടക്കാനില്ല. കാരണം പ്ലാനിങ്ങോട് കൂടിയല്ല ടൗൺഷിപ്പിൻ്റെ ഒന്നും നിർമ്മിതി അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഉള്ള സ്ഥലത്ത് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പറ്റുക അതൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞ് പിന്നെ മഴ വന്നാൽ, വെള്ളപ്പൊക്കം വന്നാൽ അതിനെ തെറി പറയുക. പ്ലാനിങ് ഇല്ലാതെ നടത്തുന്ന എന്ത് സംഭവം അത് നമ്മളെ ലൈഫായാലും അങ്ങനെ കുഞ്ഞാട്ടിയാവും അല്ലേ? അത്രയേ ഉള്ളൂ. മഴ തകൃതിയായി പെയ്തു തുടങ്ങി ഈ കൊല്ലം. മെയ് ഏകദേശം 20-22 തീയതി ഈ അവസ്ഥയാണ്. ഇക്കൊല്ലം മഴ കൂടുതലാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും പടച്ചോൻ നമ്മളെ മഴയുടെ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. ഇതാണ് ബൈക്കേപ്പള്ളി. ബൈക്കേപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചൊയ വരുന്നുണ്ടല്ലേ? ഇത് ബേക്കലിനടുത്തുള്ള ഒരു പള്ളിയാണ്. അതാണ് ഈ പേര് വന്നത്. നമ്മൾ കാഞ്ഞങ്ങാട് കഴിഞ്ഞ് കാസർഗോഡ് എത്തുന്നതിൻ്റെ നടുവിലായിട്ടാണ് ഈ ബേക്കൽ എന്ന് പറയുന്ന സംഭവം. ബേക്കൽ കടലിനടുത്തുള്ള ഒരു പള്ളിയാണ് ഈ ഒരു പള്ളി. നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഇതിൻ്റെ ശുചിമുറിയൊക്കെ എങ്ങനെയുണ്ട്. അതൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ ഉഷാറാക്കിയിട്ട് തന്നെ അവർ പരിപാലിച്ച് പോകുന്നുണ്ട്. രണ്ടാമതായി നമുക്ക് ഔലിൻ്റെ അവസ്ഥയിലേക്ക് വരാം. ഔലും വളരെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അപാകതകളും ഈ ഔലിനോ ശുചിമുറിക്കോ ഇല്ല. വളരെ നന്നായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വൃത്തിയായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടം തോന്നി ഈ ഒരു സംഭവത്തോട്. അതുപോലെ തന്നെ ആ പൈപ്പ് ആയിക്കോട്ടെ, ഒന്നുകിൽ ആ പൈപ്പിൽ നിന്ന് ഒതു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവത്തിൽ നിന്ന് ഒതു കൊടുക്കാം. നമുക്കിനി അകത്തുള്ള ചില കാര്യങ്ങൾ കൂടി നോക്കാം. എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുള്ളത്. വിദേശ രാജ്യങ്ങൾ, അതായത് ഒട്ടുമിക്ക ജനങ്ങളും ഇവിടെ ദുബായ് അല്ലെങ്കിൽ സൗദിയൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ ആ പള്ളിയും ഏകദേശം അതുപോലെ തന്നെയാണുള്ളത്. വളരെ നന്നായിട്ട് നമ്മളെല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ കാർപ്പറ്റൊക്കെ വളരെ ഭംഗിയായി നല്ല രീതിയിൽ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കുറ്റവും ഈ പള്ളിക്കില്ല. ഈ പള്ളി പരിപാലിക്കുന്ന ആരായാലും 100-ൽ 100 മാർക്ക് അവർക്ക് ഈ പള്ളിക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്ത് ചില അല്ലറ ചില്ലറ സംസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് നേരം കളയുന്ന കുറച്ച് ആൾക്കാരെ കാണാം. കാസർഗോഡ് ശൈലിയിലുള്ള സംസാരം ഞാനും കുറച്ച് കേട്ടിരുന്നു. അത് കേൾക്കാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. ഇത് കണ്ടില്ലേ, ഒന്നുകൂടി നമുക്ക് പള്ളിൻ്റെ അകത്തൊന്ന് നോക്കിക്കഴിഞ്ഞ് ആ സമയത്ത് കുറച്ച് ആൾക്കാർ കൂടുതൽ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് മേലയിലൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്. അധികം പൈസ ഒന്നും അവർ വലിങ്ങനെ ചിലവാക്കിയിട്ടില്ല. എന്നാൽ പിന്നെ പള്ളിൻ്റെ രീതിയിൽ തന്നെ നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി ഈ പള്ളി. അപ്പം മറക്കണ്ട, ഇത് കാഞ്ഞങ്ങാട് നിന്നും കാസർഗോഡ് വരുന്ന വഴിക്ക് ബേക്കൽ കടലിനടുത്തുള്ള ഒരു പള്ളിയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇതുവഴി പോകുന്ന അനേക ജനങ്ങൾ, മംഗലാപുരത്തേക്ക് ഹോസ്പിറ്റൽ കേസുകളുമായിട്ടും മറ്റും പോകുന്ന പല ആൾക്കാരും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതൊരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്തരം പള്ളിയുടെ മോഡലിലേക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാ പള്ളികളും മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നവാസ് ടെറി സൈനിങ് ഓഫ്. ബൈ ബൈ.